ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ന്യൂസിലൊക്കെ കണ്ടു കാണും. 2 ദിവസം മുന്നേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ തെരുവുനായ ആക്രമണം. ഏകദേശം വൈകുന്നേരം ഒരു 3:30 മണിക്കായിരുന്നു ഈ തെരുവുനായയുടെ കടി പരമ്പര എന്ന് തന്നെ പറയാം തുടങ്ങിയത്. അങ്ങനെ ഏകദേശം 5:30 വരെ ഈ തെരുവുനായ ആളുകളെയൊക്കെ ഓടിക്കടിച്ചുകൊണ്ടിരുന്നു. ഈ 3:30, 4:30, 5:30 എന്നൊക്കെ പറഞ്ഞ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് വണ്ടികൾ വരുന്ന, ട്രെയിനുകൾ വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നുണ്ട്. അതുപോലെ പാർക്കിങ്ങിൽ വെച്ചിരിക്കുന്ന ഈ വണ്ടികളൊക്കെ ബൈക്കും മറ്റേ കാറൊക്കെ പാർക്കിങ്ങിൽ വെച്ചിട്ടാണ് ആൾക്കാർ പല ജോലിക്കും പോകുന്നത്. അപ്പോൾ അവർ തിരിച്ചു വന്ന് പാർക്കിങ്ങിലൊക്കെ വന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഈ 3:30, 4:30, 5 സമയത്താണ് ഈ തെരുവുനായി ഓടി ഒരുപാട് പേര്, ഏകദേശം ഒരു 14-15 പേരെ നന്നായി കടിച്ചത്. കടിയെന്ന് വെച്ചാൽ കടിച്ചവിടെ പിടിച്ചു വെക്കുകയാണ്. പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ ഈ തെരുവുനായ ശരിക്കും ആക്രമിച്ചു. കണ്ണിൽ കാണുന്നവരൊക്കെ കടിയാണ്. ആ നായയുടെ ഓട്ടത്തിൽ ആരൊക്കെയാണ് മുന്നിൽപ്പെടുന്നത് അവരൊക്കെ കടിയാണ്. അങ്ങനെ 2 കാലിലും കടി കിട്ടിയ ആൾക്കാരുണ്ട്. അതുപോലെ ഫ്ലൈ ഓവർ കയറി ഇറങ്ങുമ്പോൾ പിന്നാലെ വന്ന് കടി കിട്ടിയ ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് എവിടുന്നാ വന്ന് കടിച്ചതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര പേടിച്ച് വിറച്ചൊരു സമയമായിരുന്നു. അവസാനം അവിടെയുള്ള പോട്ടർമാർ ആളുകളൊക്കെ കൂടി ഈ തെരുവുനായെ ഓടിച്ച് പിടിച്ച് അവസാനം അത് ചത്ത നിലയിൽ കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ തെരുവുനായക്ക് അതിന് പേ ഉണ്ടെന്നാണ് ഇപ്പം കൺഫേം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രയും പേര് എല്ലാവരും എനിക്ക് തോന്നുന്നു വാക്സിൻ എടുത്ത് കാണും. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ നമുക്ക് ഫ്രീ വാക്സിനാണ്. ഒരു തെരുവുനായ കാരണം എത്ര ആളുകൾക്കാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായതല്ലേ. നമ്മളെ നാട്ടിൽ ഈ തെരുവുനായകളെ ഒന്ന് നിയന്ത്രിക്കാൻ ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല. ഇപ്പം നായകൾ കൂടിയിരിക്കുകയാണ് എവിടെ പോയാലും. കണ്ണൂർ ജില്ലയുടെ കാര്യം ആണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഈ കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ പോകുമ്പോഴും എല്ലാവരുടെയും തെരുവുനായ ശല്യമാണ്. പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ. തലശ്ശേരി ഭാഗത്തൊക്കെ നമുക്ക് രാത്രിയിലൊക്കെ ബൈക്കിലൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഈ നായ നമ്മളെ പിന്നാലെ ബൈക്കിൻ്റെ പിന്നാലെയൊക്കെ ഓടി വരാം. അതുപോലെ കാറിലാണെങ്കിൽ പോലും ഈ നായക്കൂട്ടങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ 10-20 നായയൊക്കെ ഒന്നിച്ച് തമ്പടിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു രാത്രി 11 മണി, 12 മണി, 1 മണി സമയത്തൊക്കെ നമ്മൾ ലേറ്റായിട്ട് ട്രെയിനൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ബൈക്കിലൊക്കെ പെട്ടുപോയുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇവർ ഈ നായ കടി കിട്ടിയ ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ അത് വാക്സിൻ എടുത്ത് അതിന് ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് അവരുടെ 2 ദിവസത്തെ 3 ദിവസത്തെ ജോലി മുടങ്ങി. പിന്നെ അവർക്ക് ഇനി ഒരു നായയെ കാണുമ്പോൾ തന്നെ ഒരു ഭയമായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കണ്ടത്, നമ്മൾ ഒരുപാട് നായകൾ, ഞാനും ഒക്കെ നടന്നു പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് തെരുവ് നായകൾ നമ്മുടെ മുന്നിലൂടെയും സൈഡിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ നായ വന്ന് കടിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ കേസും ഇങ്ങനെ തന്നെയാണ്. ഈ കണ്ണൂരുണ്ടായ കേസും നായ കൂളായി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അവിടുന്ന് ഒരാളിങ്ങനെ തലയിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് വന്ന് ഈ നായ കടിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ചേച്ചി ഇതുപോലെ പോകുന്ന വഴിയിൽ കടിച്ച് തൂങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നിത്യവും ഇങ്ങനെ നടന്നു പോകുമ്പം പല സ്ഥലങ്ങളിൽ ഇങ്ങനെ തെരുവ് നായ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇതൊക്കെ ഇപ്പം വന്ന് കടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഏകദേശം ഒരു ഒരു കണക്ക് കൂട്ടല്ല, ഇല്ല നല്ല നായി ആയിരിക്കും, കടിക്കുമൊന്നുമില്ല എന്നുള്ളൊരു ഭാഗ്യത്തിൻ്റെ ഫാക്ടർ കൊണ്ടാണ് നമ്മളങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾ ശരിക്കും സൂക്ഷിക്കണം. നമ്മളെ മുന്നിലിപ്പം ഒരു നായയൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള തെരുവുനായ്ക്കളെയൊക്കെ കാണുവാണെങ്കിൽ. ഇപ്പോൾ ഒരുപാട് തെരുവുനായ്ക്കൾ എല്ലാവിടെയും ഉണ്ട്. പ്രത്യേകിച്ചും വീട്ടിലുള്ള ആളുകളൊക്കെ, കുട്ടികളൊക്കെ, ചെറിയ കൊച്ചുങ്ങളൊക്കെ കൊണ്ട് വീടിന് പുറത്തൊക്കെ കളിക്കാനൊക്കെ ഇറങ്ങിയാൽ നമ്മൾ ഒരു സെക്കൻഡ് പോലും ഈ കുട്ടികളെ മുറ്റത്തോ വരാന്തലോ ആക്കിയിട്ട് അകത്തേക്ക് പോകാൻ പാടില്ല. കാരണം ഇത് എവിടെ നിന്ന് വന്ന് കടിക്കും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ വളരെ ശ്രദ്ധയായിരിക്കണം. അതുപോലെ തന്നെ ഈ കൊച്ചുങ്ങളെയും കൊണ്ട് സ്കൂളിലേക്കൊക്കെ നടന്നു പോകുമ്പോൾ ഈ തെരുവ് നായ ഉണ്ടെങ്കിൽ നമ്മളത് ശരിക്കും കെയർഫുള്ളായിരിക്കണം. ഏത് നായക്കാണ് ഭ്രാന്ത്, എപ്പോൾ വന്ന് കടിക്കും എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അധികൃതർ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ന്യൂസിൽ വായിക്കുകയാണ്, അവിടെ കടിച്ചു, ഇവിടെ കടിച്ചു, നായ കടിച്ചു, കുട്ടികളെ കടിച്ചു, സ്കൂളിൽ പോകുന്ന കുട്ടികളെ കടിച്ചു. അപ്പോൾ ഇതിനൊരു പരിഹാരം ഇതുവരെയും
എവിടെയും കാണാൻ പറ്റുന്നില്ല. ശരിക്കും ഒരു പ്രാവശ്യം നായയുടെ കടി കിട്ടിയ ആൾക്കാർക്ക് പിന്നൊരു നായയെ കാണുമ്പോൾ ഭയങ്കര ഭയമാണ്. ഞാനത് അനുഭവിച്ച ഒരാളാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്ക് ഒരു പ്രാവശ്യം നന്നായിട്ട് നായയുടെ കടി കിട്ടിയതാണ്. പുള്ളിക്കിപ്പോൾ നായയെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്, ഭയങ്കര ഭയമാണ്. എന്തായാലും ഈ 15ഓളം ആളുകൾ, ഈ നായയുടെ കടി കിട്ടിയ ആളുകൾ, അവരൊക്കെ സുഖം പ്രാപിക്കട്ടെ. ഇനി അവർക്ക് ഇതിൻ്റെ ഒന്നും അനന്തരഫലങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ മറ്റോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ ഒരു നായയെ കാണുമ്പോൾ ശരിക്കും ഭയമാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് നായയുണ്ട്, ഇങ്ങനെ ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടൊക്കെ നടന്നു പോകുന്നുണ്ടാവും. പല സമയത്തും ഇടവഴിയിലൊക്കെ പോകുമ്പം ഓപ്പോസിറ്റ് നായ വന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ചില നായകൾ നമ്മളെ കാണുമ്പോൾ അവർ പേടിച്ചിട്ട് തിരിച്ചു പോകും. ചില നായകൾ ജസ്റ്റ് നമ്മളെ ഒരു അരികിലൂടെ മിസ് ചെയ്തിട്ട് അങ്ങ് പോകും, ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണമാണ്. കടിച്ചില്ല നമ്മൾ രക്ഷപ്പെട്ടു, കടിച്ചാൽ നമ്മളെ കാര്യം പോക്കാം. അതുകൊണ്ട് എന്തായാലും എല്ലാവരും സൂക്ഷിക്കുക. തെരുവ് നായകളൊക്കെ കാണുമ്പം ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവരൊക്കെ ഒന്നും അറിയില്ല, വണ്ടി ഇറങ്ങി ബാഗും എടുത്ത് ഓട്ടോറിക്ഷ കയറാൻ പോകുമ്പോഴാണ് എവിടുന്നോ ഒരു നായ വന്ന് കടിക്കുന്നത്. അവർ അറിയുന്ന പോലില്ല. നമ്മൾ എവിടെ ഒരു നായനെ കണ്ടാലും നമ്മൾ ഒന്ന് അലേർട്ടാവണം. ഒന്നുകിൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ബാഗ് മാറ്റേണ്ട, കടിക്കാൻ പറ്റുന്ന സമയത്ത് നായയുടെ മുന്നിലേക്ക് ബാഗ് ഇങ്ങനെ വെച്ചെടുക്കും. ഭാഗ്യമുണ്ട് ബാഗ് കടിച്ച് വലിച്ചോളും, എല്ലാം നമുക്ക് കടി കിട്ടും. 2 കാലിലും കടി കിട്ടിയ ആൾക്കാരുടെയൊക്കെ അവസ്ഥയാണ്. പ്രത്യേകിച്ചും ഈ മുണ്ടൊക്കെ മാടിക്കുത്തിയിരിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവന്മാർക്ക് കാലിനൊക്കെ കടിക്കാൻ പറ്റും. എന്തായാലും ജീൻസൊക്കെ ഇടുന്നവരൊക്കെയാണ് ചിലപ്പം അത്ര ആഴത്തിൽ പല്ല് ഇറങ്ങില്ലായിരിക്കും, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും തെരുവ് നായകളൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.